പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പേഷ്യൻസിനായി ഒരു നഗരയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. KSRTCയുടെ മിനി ബസ്സിലാണ് ഈ നഗരയാത്ര പുറപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രവും ചേർന്നാണ് ഈ ഒരു നഗരയാത്ര സംഘടിപ്പിക്കുന്നത്. ഈ ഒരു നഗരയാത്രയുടെ കോർഡിനേറ്റർ സന്ധ്യയാണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു യാത്ര നടത്താനുള്ള ഒരു കാരണം? ഇത് മെൻ്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെട്ട് ഒക്ടോബറിൽ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അസുഖം ഭേദമായി പുറം ലോകം കാണാതെ കഴിയുന്ന 30 വർഷം വരെ ഉള്ളവരുണ്ട്. അങ്ങനെ ധാരാളം വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് പുറം ലോകം കാണാത്ത പേഷ്യൻസിനെ വീടുകളിലോട്ടും സ്വന്തം ഭവനങ്ങളിലോട്ടും മറ്റും കൊണ്ടുപോകാൻ ആരും ഏറ്റെടുക്കാത്ത പേഷ്യൻസിനെ പുറം ലോകം കാണിക്കുക എന്നുള്ള പദ്ധതിയായിട്ടാണ് മെൻ്റൽ ഹോസ്പിറ്റലും തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മെൻ്റൽ ഹോസ്പിറ്റലും KSRTCയുമായി ചേർന്ന് നമ്മളിങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് എവിടെ നിന്ന് മുതൽ? ഇന്ന് മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്നും സിറ്റി റൈഡാണ്. സിറ്റി റൈഡ് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിലെ 2 മണിക്കൂർ യാത്ര സിറ്റി റൈഡ് അതിൽ ഉള്ളതാണ്. ഇവിടെ നിന്ന് കവടിയാർ പാലസ്, കവടിയാർ പാർക്ക്, മ്യൂസിയം, കനകക്കുന്ന്, VJT ഹാൾ, പിന്നെ ലുലു മാൾ, ശംഖുമുഖം ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ പദ്ധതി. എത്ര പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്? ഇന്നിപ്പോൾ 64 പേര് പങ്കെടുക്കുന്നുണ്ട്. ഈ അസുഖം ഭേദമായവർ തന്നെ പേഷ്യൻസായിട്ട് 30 പേരും, മറ്റന്നാൾ 21-ാം തീയതി മറ്റൊരു റൈഡുമുണ്ട്. ഇന്ന് വനിതകളാണ്, 30 പേഷ്യൻസ് വനിതകളും ബാക്കി ഹോസ്പിറ്റൽ സ്റ്റാഫ്സും എല്ലാവരും ചേർന്നിട്ടുള്ളതാണ്. ഇനി 21-ാം തീയതിയും സെയിം പോകുന്നുണ്ട്, അന്ന് പുരുഷന്മാരാണ് വരുന്നത്. ഈ ഒരു നഗരയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി S. ക്ഷമനാഥൻ നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു നഗരയാത്ര നടത്താനുള്ള പ്രധാന കാരണം? നമ്മളെ ഈ മാനസിക രോഗം എന്ന് പറയുന്നത് സാധാരണ രോഗങ്ങളെപ്പോലുള്ളൊരു രോഗമാണ്. അത് ജനങ്ങൾക്കൊരു അവബോധമാണ്. മനുഷ്യർക്കിടയിൽ അവർക്ക് ജീവിക്കാം. അസുഖം മാറിയാലും പലപ്പോഴും ബന്ധുക്കളും മറ്റുള്ള നമ്മുടെ നാട്ടുകാരും ഒക്കെ അവരെ ഒറ്റപ്പെടുത്തുന്നൊരു സംഭവം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, സമൂഹത്തിൽ അവർക്ക് ഇറങ്ങി നടക്കാം, ഒരു നല്ല ജീവിതം നയിക്കാൻ പറ്റും, അവരുടെ മക്കളുമായും ബന്ധുക്കളുമായിട്ടുമൊക്കെ നന്നായി പ്രവർത്തിക്കാനും കഴിയുമെന്നൊരു സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് ആദ്യ കാലഘട്ടങ്ങളിലേക്ക് ഇവരെ നമ്മളെങ്ങനെ സമൂഹത്തിനെ എങ്ങനെ ഇവരിൽ നിന്ന് രക്ഷിക്കാം, അതിൽ നിന്ന് മാറി എവരെയും സമൂഹത്തെയും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് മനുഷ്യരാണ് എന്നുള്ള അവകാശം അതെല്ലാവർക്കുമുണ്ട്. 2017 നിയമം വന്നതോടുകൂടി ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകണമെന്നാണ്. അതിന് എല്ലാ അധികാരികളും തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ഇതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ പദ്ധതിയുടെ പേര് തന്നെ മനോന്യായ്, നിലാവ് എന്നീ 2 പദ്ധതികളാണ്. മനോന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, ന്യായം, നീതി. എന്നാൽ നിലാവ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ, അതായത് മാനസിക അസുഖമുള്ളവരെ ട്രെയിനിലോ മറ്റോ കയറ്റിവിടും, അവരിവിടെ വന്ന് ഡംപ് ചെയ്യപ്പെടും. അങ്ങനെ ഡംപ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ കേസ് എടുത്തവരെ മെൻ്റൽ ഹെൽത്തിലേക്ക് ഏൽപ്പിക്കും. അവരുടെ വെയർ അബൌട്ട്സ്, അവരെവിടെയാണ് താമസിക്കുന്നത്, വീട്ടുകാർ, ബന്ധുക്കൾ, അതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെ റീപാട്രിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നടത്തുന്നുണ്ട്. അത് ട്രേസ് ചെയ്യാൻ പോലീസുണ്ട്, മറ്റധികാരികളൊക്കെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് മനുഷ്യർക്ക് കൃത്യമായ രീതിയിലൊരു അവബോധം കൊടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് കാര്യം. തീർച്ചയായും ഇതൊരു മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ്. മനോന്യായ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഒരു നഗരയാത്ര നടത്തുന്നത്. 30 പേഷ്യൻസാണ് ഇപ്പോൾ ഈ വാഹനത്തിലുള്ളത്. ഇപ്പോൾ തന്നെ ഈ ഒരു വാഹനം ഇവിടെ നിന്നും പുറപ്പെടുന്നതാണ്. ഈ രോഗികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, അവരെ ചുറ്റുപാടുകൾ കാണിക്കുക, ഇതൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.